5, 4, 3, 2, 1, 0. പണം കൊടുക്കുന്ന കളി പറന്നിറങ്ങി ചുറ്റി പല ചെറി ഓണം മാത്രമാണോ ഇത്രയും കാലം നമ്മൾ കാത്തിരുന്ന കേരളക്കാരെ മൊത്തം ചർച്ചാ വിഷയമായ എന്തിന് അമൃത ടിവിയുടെ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ കാത്തിരുന്ന നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റ് ഇവിടെ ആരംഭിക്കാൻ പോകുവാണ്. പൊളി പൊളി പൊളി, ഏത് വൈബ്, ഓണം വൈബ്. അത് മാത്രം ഇത്രയും കളർഫുൾ ആയിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. എടാ എന്തായാലും നമുക്ക് ഫുൾ ആയിട്ട് ചാർജ് ഓൺ ആയിട്ട് തന്നെ നിൽക്കണം. പോടെ, നിന്റെ ടീമുകൾ റെഡിയാണോ? എന്റെ ടീമുകൾ മൊത്തം സെറ്റ് ആണ്. എന്നാ വിളിച്ചോണ്ട് വാടാ പിള്ളേരെ. പോയോ എങ്കിൽ പ്രേക്ഷകരെ, കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്വേത മേനൻ ആൻഡ് ടീം. Welcome guys, welcome to our Comedy Masters on Mega Charge event. പക്രു ചേട്ടാ, എന്താ ഒരു മാനത? അയ്യോ, അതെ, അവനാകെ മൂഡ് ഓഫിലാണ്. നീ ചമ്മ ഒന്നും വേണ്ട, ഒരു ചെറിയ ഒരു രസക്കുറവുണ്ട് ഇവിടെ. എന്താന്ന് വെച്ചാലേ, ഈ ശ്വേതാൻ ടീം എന്നാണല്ലോ പറഞ്ഞത്. സീനിയോറിറ്റിയുടെ കാര്യത്തിൽ ഇവനായിരുന്നു സീനിയർ. അപ്പൊ അവന്റെ പേരിലായിരുന്നു വിളിക്കേണ്ടിരുന്നത്. ഹലോ ഹലോ ഹലോ, പക്രുവൻ ടീം എന്ന് പറയണ്ടായിരുന്നു. അതായിരുന്നു യോജിച്ച കാര്യം. ഒരു മിനിറ്റ്. ശ്വേതയ്ക്ക് മുന്നും കോമഡി മാസ്റ്റേഴ്സിൽ ഞാനായിരുന്നു. അല്ല അതാ ശരി, അങ്ങനെയല്ല. ഓ അങ്ങനെ. പക്ഷേ അനശ്വരം 1991 വന്നതാണേ. 1986 അമ്പിളി അമ്പാവൻ എന്ന് പറഞ്ഞ സിനിമ അമ്പിളിച്ചേട്ടന്റെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അല്ലേ അത്ഭുത ദ്വീപ് രണ്ടാം വരവ്. അത്ഭുത ദ്വീപ് അല്ല, അത്ഭുത ദ്വീപ്. ശ്വേത, അത്ഭുത ദ്വീപ് എന്ന് പറയുമ്പോ അവന്റെ രണ്ടാം വരവ്, അത് നായകനായിട്ടാണ്. പക്ഷെ ആദ്യം അഭിനയിച്ചത് അമ്പിളി അമ്പാവനാണ്. ഇവനൊരു കാര്യമുണ്ട്, ഒന്നാം വരവ്, രണ്ടാം വരവ്, മൂന്നാം വരവ്, അങ്ങനെ കുറെ വരവ് വെക്കുന്നവരാ. പക്രു ചേട്ടാ, അല്ല സോറി, പക്രു അപ്പൂപ്പനെ നമ്മൾക്ക് മര്യാദ. അപ്പൂപ്പ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പിന്മാറി. അനശ്വരം തന്നെ മുന്നിൽ. ഓക്കെ ശ്വേത, അമ്മൂമ്മ. അമ്മൂമ്മയൊന്നുമല്ല. വേറെ കാര്യം പറയട്ടെ, സിനിമയുടെ കാര്യത്തിൽ നിങ്ങൾ സീനിയോറിറ്റി പറഞ്ഞു, പക്ഷെ സ്റ്റേജിന്റെ കാര്യത്തിൽ എനിക്കാണ് സീനിയോറിറ്റി. ഞാൻ 1975 മുതൽ സ്റ്റേജിലാ, ഇപ്പോഴും സ്റ്റേജിലാ. അപ്പൂപ്പൻ എന്റെ ഉപ്പൂപ്പ കല്യാണം കഴിച്ചു. അപ്പൂപ്പന്റെ അപ്പൂപ്പൻ അല്ല, എന്നാ എനിക്ക് സീനിയോറിറ്റി വേണ്ട. അല്ല, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, പ്രസാദം തുടങ്ങിക്കോട്ടെ. മുത്തച്ഛനും തന്നെ നമുക്ക് തുടങ്ങാം. വേണ്ട, എനിക്ക് സീനിയോറിറ്റി വേണ്ട, ഞാൻ ജൂനിയറാ. അതെ, നിങ്ങൾ നടന്ന് ബഹളം വെക്കണ്ട. ഈ പരിപാടി അവതരിപ്പിക്കാൻ അനുയോജ്യനായ ഒരാളുണ്ട്. ആ ആള് ഇപ്പൊ തന്നെ സ്ക്രീനിലേക്ക് വരും. മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ്. ആണെങ്കിൽ ഞാൻ സ്ക്രീൻ തല്ലിപ്പൊടിച്ചോളാം. കൂടെ ഞാനും ഉണ്ട്. അല്ല, നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല, ലോക സിനിമയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാള്. കണ്ടോ? ഒരിടത്തൊരിടത്തൊരു നാടുണ്ടായിരുന്നു. ആ നാട്ടിൽ ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു, ആഘോഷങ്ങളുണ്ടായിരുന്നു. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കലാകാരക്കൂട്ടവും ഉണ്ടായിരുന്നു. കല കൊണ്ട് രസിപ്പിക്കുന്നവരെ കരഘോഷം കൊണ്ട് വരവേറ്റാൻ ആ നാടിനെ മാലോകർ വിളിച്ചു
ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളിൽ സ്വന്തമായി കൺട്രി എന്ന വിശേഷണമുള്ള ഒരേ ഒരു സംസ്ഥാനം ഗോഡ്സ് ഓൺ കൺട്രി. മോഹൻലാലിനേക്കാൾ 4 വയസ്സ് മൂപ്പും മമ്മൂട്ടിയേക്കാൾ 5 വയസ്സ് എളുപ്പവുമുള്ള അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും ഇടയ്ക്ക് പടവലങ്ങ പോലെ നീണ്ടു നിവർന്നു കിടക്കുന്ന സംസ്ഥാനം. ഈ നാട്ടിലെ ചിരിക്കാത്തവരെ ചിരിപ്പിക്കാനും ചിരിക്കുന്നവരെ കുടുകുടാ ചിരിപ്പിക്കാനും അവർ വരുന്നു. ആരൊക്കെയാണ് വരുന്നതെന്ന് ചെറിയ പുള്ളിയല്ലവർ, ചിരിപ്പിച്ചു കൊല്ലും. This is the world's biggest comedy team. വന്ദരക്കറിയടം ബെസ്റ്റ്. എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞൂടെ ചേട്ടാ? അതൊക്കെ ഒരു സസ്പെൻസ് ആയി നിൽക്കട്ടെ. നല്ല കാണുമ്പോ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ലീന, ഇതാരൊക്കെ എവിടെ നിന്ന് ഏത് ദിക്കിന്ന് വരണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു യാത്രയുടെ കഥയാണ്. ആയുസിന്റെ രഹസ്യം തേടിയുള്ള മഹായാത്ര. ഞങ്ങളുടെ വംശം നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ഞങ്ങളിലാരും അധികകാലം ജീവിച്ചിരിക്കില്ല. ചെറിയ ജീവിതകാലം മാത്രമുള്ള ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ വളരെ വേഗം നഷ്ടമായിക്കൊണ്ടിരുന്നു. ഒടുവിൽ ചിരിയാണ് ആയുസിന്റെ അടിസ്ഥാനമെന്ന മഹാരഹസ്യം ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾക്കും ചിരിക്കണം, ഞങ്ങൾക്കും ദീർഘകാലം ജീവിക്കണം. ഈ അന്വേഷണം പല ഗാലക്സികളും കടന്നുപോയി. അങ്ങനെ ഒരു നാൾ ഞങ്ങൾ ഭൂമി എന്നൊരു ഗ്രഹം കണ്ടെത്തി. ഞങ്ങൾ തേടി നടന്ന ചിരിയുടെ ശബ്ദം. ഭൂമിയിൽ തന്നെ ഇന്ത്യ എന്ന രാജ്യത്ത് കേരളം എന്ന പ്രദേശത്ത് താമസിക്കുന്നവർ കൂടുതലായി ചിരിക്കുന്നുവെന്നും ഞങ്ങൾ കണ്ടെത്തി. അവർ ദീർഘകാലം ജീവിക്കുന്നവരാണെന്ന് കണ്ടെത്തിയപ്പോൾ അതിൻ്റെ രഹസ്യമറിയാൻ ഞങ്ങൾ കൊതിച്ചു. Studio Junction onto Pachalur-Punkalam Road. In 300 meters, turn left. In 200 meters, turn left. ഹലോ, ഞാൻ നിങ്ങളയച്ച മാപ്പിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങളൊക്കെ എവിടെയാണിത്? എനിക്ക് മാപ്പ് തെറ്റിയെന്നാ? നിങ്ങൾ 5 പേരും ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ഒരുമിച്ചുണ്ടാ? അപ്പൊ മാപ്പ് തെറ്റിയത് നിങ്ങൾക്കാണ്, എനിക്കല്ല. മനസ്സിലായ? ഞാൻ മാപ്പ് അങ്ങോട്ട് അയച്ചു തരാം. ഇവിടെയാണ് വരേണ്ടത്, നിങ്ങൾ ഇങ്ങോട്ട് വാ. ഹലോ ഹലോ, ഓളട്ടെ മാപ്പും ഇല്ല. സ്വിച്ച് ഓഫ് പോയാ? അയ്യോ, എന്റെ ഫോണിൽ നിന്ന് ആൻഡ്രോയിഡ് വെളിയിൽ വന്ന്. ഞാൻ സത്യത്തിൽ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മറ്റേ റൗണ്ടിനകത്ത് കറങ്ങൂലേ, അങ്ങനെ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇത്രയും ഉണ്ടായിരുന്നില്ല ആള്. പിന്നെ ഒരു പ്രത്യേക എൻ്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. അഥവാ എൻ്റെ സെർച്ച് ഹിസ്റ്ററിയോ ചാറ്റ് ഹിസ്റ്ററിയോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവ് ചെയ്തത് ആർക്കും പുറത്ത് കൊടുക്കരുത്. പ്രത്യേകിച്ച് രാത്രി 10 മണിക്ക് ശേഷമുള്ളത്. കല്യാണം നടക്കൂല, അതുകൊണ്ടാണ്. ചൈന ഫോൺ വാങ്ങിത്തന്ന് ലാസ്റ്റിലത്തെ ഗേൾ ഫ്രണ്ടും തേച്ച്. നീന്റെ ആവശ്യമില്ലല്ലോ. പേര് കുട്ടി അഖിൽ. ജോലി സ്റ്റേജ് പെർഫോമർ. ലാംഗ്വേജ് മലയാളം. തനി തിരുവനന്തപുരം ഭാഷ. സ്വഭാവം തനി ഊട. ഒറ്റ ഇടിയടിച്ചിട്ടാന്നുണ്ടല്ലേ? ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിന്റെ ഫോണിൽ നിന്ന് ഇറങ്ങി വന്ന ആൻഡ്രോയിഡ് അല്ല, ഏലിയൻ ആണ്. അത് അമൃതയിലല്ലേ കോമഡി മാസ്റ്റേഴ്സിൽ ഏലിയന്? ചളി നമ്പർ 10038. ഓഹോ, അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ എണ്ണം വെക്കുന്നുണ്ടായിരുന്നല്ലേ? അതെ തന്നെ, ഓർത്തു വെച്ചാൽ നിനക്ക് കൊള്ളാം. അല്ല, ഈ ഏലിയൻ എന്ന് പറയുമ്പം യു മീൻ അന്യഗ്രഹ ജീവി? യെസ്, അതെ. ഈ അന്യഗ്രഹ ജീവിക്ക് എന്താണ് നമ്മുടെ നാട്ടുകാര്യം? ഞാൻ പഠിക്കാൻ വന്നതാണ്. നമ്മുടെ നാട്ടിലെ പിള്ളേര് വിദേശത്ത് പഠിക്കാൻ പോകുമ്പോ ഏതോ ഗ്രഹത്തിൽ കിടക്കണ ഒരുത്തന്താ ഇവിടെ പഠിക്കാൻ വന്നിരിക്കണ്. നിന്നെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഞാൻ മിമിക്രി പഠിക്കാനാണ് വന്നത്. മിമിക്രി ആണത് പറയണ്ടേ? ഞാൻ പഠിപ്പിച്ചു തരാം, വാ.
നിന്റെ ബിന്ദു പണിക്കർ വേണ്ട. ബിന്ദു പണിക്കർ അന്യഗ്രഹത്തിൽ വരെ എത്തിയ ദൈവമേ. സത്യത്തില് നിന്റെ നാട് ഏതാണ് പറ? പ്ലൂട്ടോണിക് സ്ക്വയർ, 7 മേജർ മിൽക്കി വേ. അവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്ന, ആർക്കും വേറെ പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നുണ്ടല്ലേ മിസ്റ്റർ അഖിൽ. അല്ലെ, ഞാൻ ഒരു കാര്യം പറയുന്നുണ്ടൊന്നും വിചാരിക്കരുതേ. ഇവിടുന്ന് പോകുന്നവരെ, നമ്മളെ തമ്മിലുള്ള സംസാരം തീരുന്നവരെ നിന്റെ നാട് നെടുമങ്ങാട്. നെടുമങ്ങാട്. അവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? മിസ്റ്റർ അഖിൽ, ഞങ്ങളുടെ നാട്ടിലെ ആർക്കും നിങ്ങൾ മനുഷ്യരെ പോലെ ചിരിക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആയുസും കുറവാണ്. അപ്പോഴാണ് അറിഞ്ഞത് ഭൂമിയിൽ കേരളം എന്ന സ്ഥലത്ത് ആളുകൾ കൂടുതൽ ചിരിക്കുന്നുണ്ടെന്ന്. അത് ചുമ്മാ അല്ലല്ലോ, ഇവിടെ മൊത്തം കോമഡിയാണ്. രാഷ്ട്രീയക്കാര് കോമഡി, ന്യൂസ് ചാനൽ കോമഡി, സർക്കാർ കോമഡി, ജനങ്ങള് കോമഡി, പറഞ്ഞു വരുമ്പം ഫുള്ള് കോമഡി. അല്ല, ഇപ്പൊ ഈ സ്കൂളിൽ ചേരാൻ വന്ന താങ്കളുടെ പേര് പറഞ്ഞില്ല. ക്ലിപ്റ്റകോൺ 321808112. നിന്റെ പേര് മനോജ്. അതും എവിടെയുള്ള മനോജ്? നെടുമങ്ങാടുള്ള മനോജ്. എവിടെയുള്ള മനോജ്? നെടുമങ്ങാട് മനോജ്. അത്രേ ഉള്ളൂ, ഇനി മാറ്റരുത് കേട്ടാ. അപ്പൊ നിനക്ക് മിമിക്രി പഠിക്കണം, ചിരിക്കണം അല്ലേ? ഒന്ന് ചിരിച്ചേ. ഇതല്ല ചിരി, നല്ല ചിരി എന്താന്ന് നിനക്ക് പഠിപ്പിച്ചേരാൻ. കാരണമേ, നീ കറക്റ്റ് സമയത്താണ് എന്റെ അടുത്ത് വന്ന് പെട്ടേക്കുന്നത്. നമ്മുടെ അമൃത ടിവിയിലെ വലിയൊരു ഇവന്റ് നടക്കുന്നുണ്ട്, മിമിക്രിയുടെ ചരിത്രം പറയുന്ന ഇവന്റ്. ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ സകലമാന മിമിക്രിക്കാരും അവിടെ കാണും. നിനക്ക് ചിരിക്കുകയും ചെയ്യാം, ചിരിക്കാൻ പഠിക്കുകയും ചെയ്യാം. പോയാലാ? ബാ. അയ്യോ, ഒരു പ്രശ്നമുണ്ട്. നിനക്ക് ഹെൽമെറ്റ് ഉണ്ട്, എനിക്ക് ഹെൽമെറ്റ് ഇല്ല. നമ്മളെങ്ങനെ പോകും? പെറ്റിയടിക്കൂലേ? ഈ കൈകൾ പിടിക്കൂ, എന്നിട്ട് നീ പോകേണ്ട സ്ഥലം വിചാരിക്കൂ. അമൃത ടിവി. പേടിക്കരുത്. പേടിക്കൂല. പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. അറിയാതെന്നുള്ളിൽ നിന്നും എവിടേക്കോ പോയ ബാല്യം ഓടി വന്നെന്നെ തട്ടിയുണർത്തുമ്പോൾ നെഞ്ചു പിടയുന്നു, എന്റെ കണ്ണു നിറയുന്നു. പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. ചേമ്പിലത്താളാൽ കൂട ചൂടി പൊട്ടിയ സ്ലേറ്റൊന്നു നെഞ്ചിലൊതുക്കി ഓടിക്കിതച്ചിന്നും സ്കൂളിലേക്ക് എത്തുവാൻ കൊതിയൊന്നില്ലേ, ഇന്നും കൊതിയൊന്നില്ലേ. ചേമ്പിലത്താളാൽ കൂട ചൂടി പൊട്ടിയ സ്ലേറ്റൊന്നു നെഞ്ചിലൊതുക്കി ഓടിക്കിതച്ചിന്നും സ്കൂളിലേക്ക് എത്തുവാൻ കൊതിയൊന്നില്ലേ, ഇന്നും കൊതിയൊന്നില്ലേ. മഴച്ചാറ്റലിൽ മാമ്പഴം വീഴുമ്പോൾ മഴച്ചാറ്റലിൽ മാമ്പഴം വീഴുമ്പോൾ കൊതിയോടത് ഓടിയെടുത്ത് ഉപ്പ് പുരട്ടിയിട്ടൊന്നു കടിക്കുവാൻ കൊതിയൊന്നില്ലേ, ഇന്നും കൊതിയൊന്നില്ലേ. പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. കടലാസ് വഞ്ചിയുണ്ടാക്കി ഒരുമിച്ചൊന്നക്കരെ പോകാൻ കൂട്ടുനിന്ന പെണ്ണെ നീ ഇന്നെവിടെയാണ്? കടലാസ് വഞ്ചിയുണ്ടാക്കി ഒരുമിച്ചൊന്നക്കരെ പോകാൻ കൂട്ടുനിന്ന പെണ്ണെ നീ ഇന്നെവിടെയാണ്? കളിയായി നമ്മളു ചാർത്തിയ മലർമാലകൾ തന്നൊരു പൂമണം ഇന്നും ഇടയ്ക്കത് നെഞ്ചിനകത്ത് പടരുന്നില്ലേ, നീ അതറിയുന്നില്ലേ. പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. താങ്ക് യു സോ മച്ച്. ഇത് പാരഡി അല്ലല്ലോ ഇപ്പൊ പാടിയത്? അല്ല, ഇത് സ്വന്തമായിട്ട് എഴുതി സംഗീതം ചെയ്ത ഒരു പാട്ട്. ഓക്കെ, ഇത് ഫിലിം സോങ് ആണോ അതോ സിനിമയ്ക്ക് വേണ്ടിയൊക്കെ പാടിയതാണോ? ഇല്ല, ഒന്നുമില്ല. ഇത് ഞങ്ങളുടെ സ്കൂളില് പഴയ 10ാം ക്ലാസ് ബാച്ചൊക്കെ കൂടി ഒത്തുകൂടുന്ന ഒരു സമയത്ത് അതിനു വേണ്ടി ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എഴുതിയാണ്. എഴുതി അപ്പോൾ അവരുടെ മുമ്പിൽ പാടി. പിന്നീട്
എനിക്ക് തോന്നുന്നു ഞാൻ 1-2 സ്ഥലത്ത് ഇതുപോലെ പാടിയിട്ടുണ്ട്. അടിപൊളി. പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എഴുതിയ ഒരു സാധനം. എന്തായാലും കലക്കി അല്ലേ? ഓണമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ കുട്ടിക്കാലവും നമ്മുടെ പ്രണയങ്ങളും എല്ലാം ഓർക്കുന്ന രീതിയിൽ ഒരു ഗംഭീര പാട്ട് നമുക്ക് നൽകിയതിന് നാഷിക്കൊക്കെ നമുക്കൊരു പ്രത്യേക കലക്കി. ഇങ്ങനെ ഒരു വേദിയിൽ പാടാൻ എനിക്ക് കിട്ടിയതിൽ എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ എന്തായാലും ഇക്ക എല്ലാവർക്കും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഓണപ്പാട്ട് നൽകിയ സ്ഥിതിക്ക് ഞങ്ങൾ എല്ലാരും കൂടി ഒരു ചിരിപ്പാട്ട് അങ്ങോട്ട് പാടിയാലോ? പാടിയല്ലേ? അപ്പം പ്രതിവേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ട്. ഒരുപാട് സൂപ്പർ ഹിറ്റ് പാരഡികൾ പാടിയിട്ടുള്ള ആളാണ്. അപ്പൊ പ്രതിവേട്ടന്റെ ഒപ്പം ഇരുന്ന് നാഷിക്കയുടെ ഒപ്പം ഇരുന്ന് ഇതുപോലൊരു പാട്ട് ഞങ്ങൾ പാടാൻ പറ്റുക എന്ന് പറഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമായിട്ട് കരുതുകയാണ് രണ്ടുപേർക്കും കേട്ടോ. അടിപൊളി, സന്തോഷം. അപ്പൊ ഒരു ഗംഭീര ചിരിപ്പാട്ട്. ചിരിയോ ചിരിയായുസിന്റെ നീളം കുട്ടും മരുന്നാണടിയോ. ചില ചിരികൾ അത് മനുഷ്യനെ കറക്കണ്ണ കെണിയാണടിയോ. ചിരി പലതരം ചിരിയുണ്ട്. കള്ളച്ചിരി, പൊട്ടിച്ചിരി, വെട്ടിച്ചിരി, ഊളച്ചിരി, ചതിച്ചിരി, കൊലച്ചിരി. ചിരിയോ ചിരിയായുസിന്റെ നീളം കുട്ടും മരുന്നാണടിയാ. ചില ചിരികൾ അത് മനുഷ്യനെ കറക്കുന്ന കെണിയാണടിയാ. ചിരിയോടെ വാതിൽക്കൽ എത്തുന്നു സ്ഥാനാർത്ഥി. ഭരണത്തിൽ കയറുമ്പോൾ ഒരു പുച്ഛച്ചിരിയോടെ കൊടിവെച്ച സ്റ്റേറ്റ് കാറിൽ പായുന്നു. മദറിനിലോ ചാരുമ്പോൾ ചിരിക്കുന്നു. കരയുന്നതൊരാക്കിങ്ങല്ലേ ചങ്ങാതി. വഴിയിൽ ശൃംഗാര ചിരിയോടെ പൂച്ചൂടിയ തരുണി മണികൾ നിൽക്കുന്നു. ടിവിയിലെ പല പല കോമഡികൾ കാണും നേരം ഒന്നായിട്ടെല്ലാരും ചിരികൾ നാട്ടിൽ മിമിക്രിക്കാർ നടത്തുന്ന കിടിലൻ ചിരികൾ. ചിരികൾ ഫിലിം സ്റ്റാറുകൾ ചിരിക്കുന്ന സ്റ്റൈലൻ ചിരികൾ. ഒരു ചിരിയോടെ നോക്കി കരികേറി വന്നവനു ചുമ്മാ കൂളായി. എവിടേലും ഒരു കുഞ്ഞിൻ പാൽപുഞ്ചിരി കണ്ടാലതിലേറെ സന്തോഷം വേറുണ്ടോ? തലകുത്തി മറിഞ്ഞാലും ചിരിക്കാത്ത ഭയന്മാർ പെട്ടെന്ന് ഹാർട്ട് പൊട്ടി ചാകുന്നു. തലതിരിഞ്ഞ പെൺമകളെ പാടുപെട്ട് കെട്ടിച്ച് ബ്രോക്കറും തന്തേം തള്ളേം ചിരിക്കുന്നു. പെണ്ണിനെ കെട്ടിയവൻ ചെമ്പരത്തി പൂവും വെച്ച് നാലമ്പക്കൻ റോഡിലൂടെ ചിരിച്ചോണ്ടു നടക്കുന്നു. ചിരിയോ ചിരിയായി സിംഹ നീളം കുട്ടുമാരുന്നാണലിയാ. ചില ചിരികൾ അത് മനുഷ്യനെ കറക്കുന്ന കെണിയാണലിയാ. ചിരിച്ചാലും മരിക്കുന്നു, കരഞ്ഞാലും മരിക്കുന്നു, എന്നാൽ ഇന്നെല്ലാവർക്കും ചിരിച്ചു കൊണ്ടിരുന്നൂടെ. ഈ ഷോന് പറ്റിയൊരു സോങ് ആയിരുന്നു. അതെ, അതും നമ്മുടെ ഈ വേദിയില് നമ്മുടെ മെഗാ ചാർജ് ഈവൻ ഗംഭീരാക്കാൻ വേണ്ടി പാരഡിയുടെയും കോമഡിയുടെയും രാജകുമാരാണ്. വെൽക്കം 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 ബാക്ക് ടു അവർ ഫാമിലി ഷോ എന്ന് പറയും. ഇപ്പം ഓണം കുറച്ചും കൂടെ കളർഫുൾ. ഏതായാലും നമുക്ക് ഇങ്ങനെയുള്ള തമാശകളും ചിരികളും പിന്നെ എന്താ പറയാ കൗണ്ടറുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന് 800 എപ്പിസോഡുകൾ കഴിഞ്ഞു. അതായത് ഒരു കോമഡി പരിപാടി. കോമഡി നോബി പറയുന്നത് ലോൺ അടയ്ക്കാൻ പൈസ ഇല്ല. 800 എപ്പിസോഡ് കഴിഞ്ഞു.
800 എപ്പിസോഡിൽ നോബി ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ വന്നിട്ട് കുറച്ചല്ലേ. എലി ഉണ്ടായിരുന്നല്ലേ? ഞാനുണ്ടായിരുന്നു. പക്ഷെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ പോയോണ്ട് ഈ വന്ന എല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. സത്യം. കാരണം നാദിക്കൽ നിന്നാണ് നമ്മള് തുടങ്ങിയിരിക്കുന്നത്. ഉണ്ട് അതെ. ഞാനുണ്ടായിരുന്നേ. അല്ല അത് പറഞ്ഞേ, നാദിക്കൽ നിന്നും തുടങ്ങുന്നു, പക്രുചേട്ടൻ ഉണ്ടായിരുന്നു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നാദിക്കായിരിക്കും കുറച്ചും കൂടെ അതിനെപ്പറ്റി എന്നെക്കാളും കൂടുതൽ പറയാൻ പറ്റും. അപ്പൊ 800 എപ്പിസോഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് നമുക്ക് ഈ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് ഇവിടെ ഈ വേദിയിൽ ഒന്ന് ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് ചുമ്മാ തമാശയ്ക്ക് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു പരിപാടി തമാശയും കടന്ന് കാര്യമായി പലപ്പോഴും ഈ വേദികളിൽ നിന്നും പല മേഖലകളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത് ഈ വേദിയിൽ നിന്ന് ഒരുപാട് പേർക്കുണ്ട്. ഒരുപാട് ഈ 800 എപ്പിസോഡ്, അതായത് ഒരു എപ്പിസോഡിൽ ഉള്ള കൗണ്ടറുകൾ അല്ലെങ്കിൽ വരുന്ന സ്കിറ്റുകൾ അത് യൂട്യൂബിൽ കിടന്ന് ഹിറ്റായി, അല്ലെങ്കിൽ അതിലെ പല തമാശകൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ പല സിനിമാക്കാരും പറഞ്ഞിട്ടുണ്ട്, ഈ തമാശകൾക്ക് എന്തിനാണ് ഇവർ ഇവിടെ പോയി പറയുന്നത്, ഇതൊക്കെ സിനിമയിൽ ചെയ്യാൻ പാടില്ലായിരുന്നു. അത്ര ഗംഭീരമായിട്ടുള്ള തമാശകൾ ഉണ്ടാക്കുകയും 800 എപ്പിസോഡ് എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പൊ അങ്ങനെ ഈ വേദിയിൽ നിന്നും ഒരുപാട് പേര് ഞാൻ പറഞ്ഞ പല മേഖലയിലേക്ക് പോയിട്ടുണ്ടെന്ന് അതില് അതുമായിട്ട് കണക്ട് ചെയ്തെന്ന് പറഞ്ഞോട്ടെ. ഇത് ശരിയാണ്, ഒരു എത്തിക്കുക എന്ന് പറഞ്ഞൊരു വലിയ പാട് തന്നെയാണ്. അപ്പൊ ആ സമയത്ത് എനിക്കും ഒരു കാര്യം പറയാനുള്ളത്, ഞാനും കുറെ എപ്പിസോഡുകൾ നമ്മുടെ ഈ ഷോയിൽ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത്, നമ്മൾ ഒരുപാട് ചാനലുകളിലൊക്കെ ഇരുന്ന് നമ്മൾ ജഡ്ജായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിന്റെ ഡയറക്ടർ മിസ്റ്റർ അനൂജിനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ഇന്ന് ഈ വേദിയിലേക്ക് വിളിച്ചത് കൊണ്ടോ ഇന്ന് എന്നെ കൂടി ഇതിന്റെ ഭാഗമാക്കിയത് കൊണ്ടോ ഒന്നുമല്ല. ഇവിടെ വരുന്ന ഇതിൽ പങ്കെടുക്കുന്ന മിമിക്രിക്കാരോട് ഇത്രയധികം കൂളായിട്ട് പെരുമാറുന്ന ഒരു ഡയറക്ടറെ, അതായത് ഒരു തരത്തിലും ടെൻഷൻ അടിപ്പിക്കാതെ അവർക്ക് അവരുടെ ജോലി ഭംഗിയായി ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്ത് അവരെ ടെൻഷൻ അടിപ്പിക്കാതെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അനൂജിന് ഒരു പ്രത്യേക കൈയ്യടി. മിമിക്രിക്കാരായ എല്ലാവരും മിമിക്രിക്കാരുള്ളത് കൊണ്ട് തന്നെ ഈ സമയത്ത് അനൂജിനോട് പ്രത്യേകം അറിയിക്കണം. ഇത് ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം അനൂജിനെ അറിയിച്ചു എന്നുള്ളത്. താങ്ക് യു അനൂജ, താങ്ക് യു സോ മച്ച്. അല്ല, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. സാധാരണ ഇത്തരം കോമഡി പ്രോഗ്രാം നടക്കുമ്പോൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് ആരും ഒന്നും പറയാറില്ല എന്നുള്ളതാണ്. പലരെ കുറിച്ചും അറിയില്ല ആളുകൾക്ക്. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞ ഷാജോണ് പ്രത്യേകമായിട്ടൊരു അഭിനന്ദനം. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നതാ. അത് എടുത്തു പറഞ്ഞ പ്രസാദേട്ടനും പ്രത്യേക. അപ്പോൾ നമുക്ക് ഈ 800 എപ്പിസോഡായി എന്ന് പറഞ്ഞില്ലേ, ഈ 800 എപ്പിസോഡുകളിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്നൊന്ന് കാണാം. അല്ലെ, ചിരിയുടെ രാജപഥത്തിൽ 800ന്റെ വിജയ പതാകയുമായി കോമഡി മാസ്റ്റേഴ്സ് മുന്നോട്ട്. 300-ലധികം താരങ്ങളെ കണ്ടെടുത്ത് പ്രേക്ഷകർക്ക് സമ്മാനിച്ച നിറച്ചിരി നിറവേറ്റുന്ന ചിരിവേദിയിൽ ഇന്ന് 800ാം ദിവസം. ഈ പള്ളിയുടെ മുന്നിൽ വെച്ചാ എന്റെ മാത്തൂട്ടിച്ചായൻ. ഞാൻ KSRTC വിടുന്ന കളിയില്ല കേട്ടോ, എല്ലാ വണ്ടിയിലും. ഞാൻ സത്യം പറഞ്ഞാൽ സിംഗപ്പൂർ പോകുമ്പോഴും KSRTC. മലയാള സിനിമയിലെ ഹാസ്യ രാജാക്കന്മാർ അണിനിരക്കുന്ന ഏറ്റവും വലിയ കോമഡി പ്രോഗ്രാം. സൂപ്പർ താരങ്ങൾ മുതൽ സാധാരണ ജനങ്ങളെയും അണിനിരത്തുന്ന ഒരേയൊരു ജനപ്രിയ വേദി. അമ്മ എന്താ ചെയ്യുന്നത്? മോളുടെ കൂടെയാണ് ഫുൾ ടൈം. മോക്ക് യൂറിൻ 2 മണിക്കൂർ കൂടുമ്പം എടുക്കേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവം വന്നത് ഒരു ഷോയുടെ രൂപത്തില, കോമഡി മാസ്റ്റേഴ്സ്. മോളുള്ളത് കൊണ്ട് ഞങ്ങൾ അരി വാങ്ങിച്ച് കഞ്ഞി എടുത്ത് പോകും. ഒരു സ്വപ്നവും കൂടെ ഇവിടെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ചിരിയുടെ, ഉല്ലാസത്തിന്റെ, ആഹ്ലാദത്തിന്റെ 800 അധ്യായങ്ങളുടെ ജൈത്രയാത്ര തുടരുന്നു. എന്താ മൂക്കിന് താഴെ ഓല വെട്ടിച്ചാരി. ചിരിയുടെ കഥയെഴുതിയ 800 അധ്യായങ്ങൾ പിന്നിടുമ്പോൾ ഓരോ എപ്പിസോഡിലും മികവിന്റെ പൊൻതിളക്കവുമായി ചിരിയുടെ, സംഗീതത്തിന്റെ, ഉല്ലാസത്തിന്റെ ഗ്രാഫ് മുന്നോട്ട് കുതിക്കുന്നു. ഓരോ നിമിഷവും മനം നിറയ്ക്കുന്ന ആഘോഷവുമായി, പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കവുമായി, നിലയ്ക്കാത്ത പ്രേക്ഷക കയ്യടിയോടെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഹാസ്യ പരിപാടി കോമഡി മാസ്റ്റേഴ്സ്. കോമഡി മാസ്റ്റേഴ്സ്, ചിരിയുടെ ആഘോഷം തുടരും.
അല്ല പിന്നെ. അപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തൊക്കെയായിരുന്നു. അല്ലെങ്കിൽ ഇത് ഒരുപാട് ഇതിനകത്ത് ചിരി മാത്രമല്ല പല ജീവിതങ്ങളും നൽകിയിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ, അതും കണ്ടു. രാജോളെ എന്തോ ടെൻഷനൊന്നും ഇല്ലായിരുന്നല്ലോ, ഇത്രയും സംഗീതം അറിയാവുന്ന ശ്വേത. എനിക്ക് ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ധർമ്മജനിലായിരുന്നു എന്റെ ലുക്ക് മുഴുവൻ. ഇങ്ങനെ താളം പിടിച്ച് തരുന്നുണ്ടായിരുന്നോണ്ട് ജസ്റ്റ് നമ്മൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ആർക്കും ദുഃഖം വരരുത്, പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടും മാർട്ടിൻ ചേട്ടനെ. മാർട്ടിൻ ഒരു ആസ്വാദനം കൂടെ ഉണ്ട് അതിനകത്ത്, അതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാജമ്പളർത്തി ഇത്ര സീരിയസ് ആയിട്ട് പാരഡി പാടുന്ന ആള്. മാർട്ടിന്റെ വോയിസ് മാത്രം സെപ്പറേറ്റ് മാറി നിന്നുള്ള എന്റെ ഒരു പ്രത്യേകത. അതെ അതെ അതെ. ഞാൻ പറഞ്ഞ ഇക്കാക്ക ഒരു ഓണമൊക്കെ ആയിട്ട് ഈ കറുപ്പൊക്കെ ഇട്ട് വന്നേക്കണ എന്തൊക്കെ. എടാ ഞാൻ എന്തെങ്കിലും ഒന്നുമില്ല, എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടം. ഇല്ല ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടാ, ഈ ചില സമയങ്ങളിൽ ഈ കറുപ്പെന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടമാവില്ല. എല്ലാവരും എപ്പോഴും വെളുപ്പിനെയാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ കറുപ്പിനെ ഇഷ്ടപ്പെടണമെന്ന് പറയുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾക്ക് ഇത്രയും മനോഹരമായിട്ട് മാനത്ത് മിന്നിത്തിളങ്ങാൻ കഴിയുന്നത് ഇരുട്ടായതുകൊണ്ട്. പകലായിരുന്നെങ്കിൽ അവരെത്ര അമ്മമാരാകില്ലായിരുന്നു. ഈ ഒരു കൗണ്ടർ ആലോചിച്ചാണ് ഇത്രയും നേരം ഇരുന്നത് പാട്ട് പാടിയത്. അല്ല, ഇപ്പൊ നാശകാരെ സൈഡിക്കുന്നതെല്ലാം നിങ്ങളുടെ നക്ഷത്രങ്ങളാ. അതെ 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 അല്ലെ? കറക്റ്റ് അല്ലേ? തിളങ്ങല്ലേ? ശരി ശരി, വലിയ കുഴപ്പമില്ല, സാധനം വലിയ കുഴപ്പമില്ല. എന്നാലും കിടക്കട്ടെ. ഇല്ല എവിടെയെങ്കിലും ഇട്ടാൽ മതി. എവിടെയെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ടേക്കണം. സാധാരണഗതിയിൽ ഒരു ചിരിക്ക് ആ ചിരിക്ക് ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പിലോ പിമ്പിലോ ഒരു ചെറിയ പെയിൻ ഉണ്ടാവും. ആ പെയിനും ഇതിന്റെ കൂടെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഏതായാലും ഒരുപാട് പേരുടെ ജീവിതം രക്ഷപ്പെടുത്തിയ കോമഡി മാസ്റ്റേഴ്സിൽ അല്ലെങ്കിൽ മിമിക്രിയിൽ നിന്നും വന്ന് ഇന്ന് മലയാള സിനിമയിലെത്തി മലയാള സിനിമയും കടന്ന് ദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ 3 പേരുണ്ട്. അതിൽ ഒരാള് ഇവിടെ എത്തിയിട്ടുണ്ട് മലയാളത്തിൽ നിന്നല്ല. ഇപ്പൊ കിട്ടാനുണ്ടോ? കൂടുതൽ സമയം ചെന്നൈയിലാണ്. അല്ല, ഇപ്പൊ തമിഴിൽ നിന്നാണ്. ഓക്കെ ഓക്കെ, വരുത്തല്ലേ? നീ തമിഴിൽ വിളിക്കും. തമിഴിൽ വിളിക്കടാ. വാങ്ങോ വാങ്ങോ. ഹായ് സുരേജേട്ടാ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ഓൺ എ മെഗാ ചാർജ് ഇവന്റ്. താങ്ക് യു. ഞാൻ പ്രതീക്ഷിച്ചത് ശരിക്കും പറഞ്ഞാൽ ഫുൾ ബ്ലാക്ക് കാറ്റ് ഒക്കെ ആയിട്ട് ഭയങ്കര ഗംഭീരായിട്ടുള്ള ഒരു വരവാണ്. പക്ഷെ ഇതെന്താന്ന് എനിക്ക് അങ്ങോട്ടേക്ക് ഈ ഒരു റോബോട്ട് ഡോഗ് ആയിട്ട്. അത് ശരിക്കും ബ്ലാക്ക് കാറ്റുമായിട്ടാണ് ഞാൻ എല്ലാ സ്ഥലത്തും പൊക്കോണ്ടിരുന്നത്. പക്ഷെ ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറയുമ്പോൾ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇതാവുമ്പോ പ്രശ്നമല്ല, റോബോട്ട് ഡോഗ് ആക്കി എന്റെ ഇഷ്ടത്തിനും എന്റെ സൗകര്യത്തിനും അത് എന്ത് വേണോ ചെയ്തോളൂ. എന്ത് ചെയ്യും? എന്തും. എല്ലാരും അറിയൊക്കെ അങ്ങനെ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ബ്രൗണി ബ്രൗണി ധർമ്മേണൻ മാത്രമേ കൊടുത്തു, നമുക്ക് വേണം. നോബി എവിടെ ഇരിക്കുന്നു? നോബിക്ക് ഒരു ഹായ് കൊടുത്തേ. അതെന്തൊരു വേലയുണ്ടോ? ബാക്ക് നീ വെഞ്ഞാറ് മൂടല്ലേ, അതുകൊണ്ട് മൂട് വെച്ച് മതി. സ്റ്റോപ്പ്. ബ്രൗണി നിനക്ക് ഇഷ്ടമുള്ള ഒരു താരം ഇവിടെ ഉണ്ട്. ദേ ഇരിക്കുന്നു ശ്വേത മേനോൻ. ദേ കണ്ടോ? അല്ല, അനുഗ്രഹിച്ചതല്ല, കെട്ടിപ്പിടിക്കാനായിട്ട് കൈ കാണിച്ചു. ശ്വേതക്ക് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമായോണ്ട് ചെല്ല്. അല്ല, അത് മാത്രല്ല, ഹാർട്ടാ കാണിച്ച ഹാർട്ട്. മിണ്ടരുതെന്ന് എനിക്ക് വയ്യ. ചെല്ല്. മതിൽ ചാടാ അറിയാം. ഹാർട്ട് വേണ്ട, ഇവിടെ വേദങ്ങി പോരെ, അതെന്നെ പോലല്ല. പക്ഷേ അതിന് കൺട്രോൾ ഉണ്ടാവില്ല. ബ്രൗണി, ടിനി ടോം എവിടെ? ഇടയ്ക്കിടയ്ക്കൊക്കെ ടിനി ടോം എവിടെയാ പോകുന്നത്? ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ ആളിയാ? സുരണ്ണ, എനിക്ക് ഇത് അണ്ണന്റെ വേഷവും ഈ റോബർട്ടിനെ കണ്ടപ്പോ എനിക്കൊരു കോമഡി ഓർമ്മ വന്നു. ഞാൻ പറയട്ടെ, പട്ടി വെച്ചൊരു കോമഡി.
ഓടുന്നു. വാ 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 അസീസ് പോയെന്ന് പറ. അസീസ് പോയി വാ. അസീസ് പോയി. അസീസ് പോയി. അതിനറിയാം നിന്റെ ഏതോ ഒരു കോമഡി അത് സെൻസ് ചെയ്ത്. ഇത് സംഭവം ഇത് സുരാറിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന സംഭവം. ഇല്ലാതെ ഞാനും എന്നിട്ട് എന്റെ കോമഡി മുഴുവൻ ഞാൻ അതിനെ കേൾപ്പിക്കും. അലീന, ഞാനിത് മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാമോ? സുരാജിന്റെ കോമഡി ഒക്കെ തീർന്നിട്ട് അവൻ റോബോട്ടായിട്ട് ഇറങ്ങിക്കോ. പക്ഷെ ഞാൻ റോബോട്ടുമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ മലയാള സിനിമയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് എത്തി തമിഴിന്റെ ഒരു മുഖം, ഒരു ചെന്നൈ മുഖം തമിഴിലാണോ ആ മുഖത്തെ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല, അതെ തമിഴ്നാടിന്റെ ഒരു മുഖം എന്ന് പറയുന്നത്. ഇല്ല സുരാജേട്ടാ, അങ്ങനെയല്ല. അതായത് സുരാജേട്ടൻ എന്ന് പറയുന്നത് ഇപ്പൊ അങ്ക വലിയ പെരുസുണ്ടാ നീങ്ക, വലിയ വലിയ മനുഷ്യണ്ടാ നീങ്ക. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. എപ്പടി ഇരിക്ക തമിഴ്നാട്? തമിഴ്നാട് പഴയ പോലെ തന്നെയാണ്, നല്ല രസം. ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ അടിപൊളി. നമ്മുടെ தமிழ் ஏதாவது பேச முடியுமா? கொஞ்சம் கொஞ்சமா பேசிட்டே இருக்கு. அப்படியா? தலைவே കണ്ടിരിക്കാ? തലൈവ കണ്ടിരുന്നു. രജനി സാർ ഇതിഹാസത്തിനെ കാണാൻ പറ്റി. ഭയങ്കര രസം. അദ്ദേഹത്തിനെ ആദ്യം ചെന്ന് നമ്മൾ പരിചയപ്പെടുമ്പോൾ അത് എവിടെ ഇരിക്കുന്നു അവിടുന്ന് പെട്ടെന്ന് ചാടി എണീറ്റ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. അപ്പൊ പിറ്റേ ദിവസവും ഞാൻ അങ്ങോട്ട് ചെല്ലും, ഉടനെ പുള്ളി അങ്ങ് എണീക്കും. പിന്നെ ഞാൻ പുള്ളിയുടെ അടുത്തോട്ട് പോകൂല. കാര്യം വെച്ചാൽ നമ്മളെ കാണുമ്പോൾ ചാടി എണീക്കുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങ് പഠിച്ചു പോകും. പിന്നെ ആ ഷോർട്ട് സമയത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ. നല്ല സുരാജ് ഒന്നുമല്ല, അത് നമ്മളിപ്പോ എല്ലാവരും അല്ലേ പ്രായമുള്ളവരെ കാണുമ്പോ എഴുന്നേക്കൂലേ? ഇത് പഴയത് ഇല്ല ഇത് ഇപ്പോഴത്തെയാണത്. പുതിയൊരു സാധനം പറഞ്ഞു. നാദർശ എന്നെ അടുത്ത് തന്നെ ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കോമഡി. സുരാജ്, ജയിലർ 2 കഴിഞ്ഞിട്ടില്ല. അതും ധനുഷിന്റെ മൂവിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസകരമായിട്ട് പോകുന്നു. കൂടുതൽ വിശേഷം എന്ന് പറഞ്ഞാൽ പുള്ളി അധികം അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല. സുരാജേട്ടാ, എല്ലാരും പൊതുവെ പറയുന്നുണ്ട് നമ്മുടെ ഈ മലയാളം ഇൻഡസ്ട്രിയും ഈ പറയുന്ന പോലെ തമിഴ്നാട്ടിലേക്ക് പോവാണെങ്കിൽ തമിഴ് ഇൻഡസ്ട്രി ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ശരിക്കും ഭയങ്കര ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അത് ഇപ്പൊ നമ്മുടേത് ചെറിയ ഇൻഡസ്ട്രിയാണ്, അത് തമിഴെന്ന് പറയുമ്പോൾ വലിയ ഇൻഡസ്ട്രിയാണ്. പിന്നെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും വൈകാരികമായിട്ടാണ് ആക്ടേഴ്സിനെ അല്ലെങ്കിൽ സിനിമയെ സമീപിക്കുന്നത്. ഇനി ഇതുവരെ അതല്ലടാ, നീ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് പോയി പിടിച്ചോണ്ട് വരുന്നു. പെട്ടെന്ന് ഏതൊക്കെ തൂണൊക്കെ കണ്ടോലെ കാലും തമിഴ്നാട് എന്ന് പറയുമ്പോൾ വൈകാരികമായിട്ടാണ് സിനിമകളെയും ആക്ടേഴ്സിനെയൊക്കെ കാണുന്നത്. ഇവിടെ നമുക്ക് റെസ്പെക്ട് ഇതെല്ലാം ഉണ്ട്, അവിടെയും അതുണ്ട്. പക്ഷെ വൈകാരികമായിട്ടാണ്. ഇപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇലക്ഷനൊക്കെ നിന്ന് കഴിഞ്ഞാലും അവര് പോയി വോട്ട് ചെയ്ത് വിജയിപ്പിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ രാഷ്ട്രീയം, സിനിമയായിട്ട് കാണും. പിന്നെന്താ, നമ്മുടെയൊക്കെ തിയേറ്ററിൻ്റെയൊക്കെ എണ്ണം വളരെ കുറവാണ്. അവിടെ വലിയ ഏരിയ ഉണ്ട്. പിന്നെ കഥയിൽ നമ്മുടെയൊക്കെ ചെറിയ കഥയാണ്. അവിടെ കഥ ചെറുതാണെങ്കിലും ഭയങ്കര വലുതായിട്ടാണ് അവര് അത് ചിത്രീകരിക്കുന്നത്. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളെ എനിക്ക് തോന്നി. ഓണത്തിന്റെ ഒരു എന്താ പറയുന്നത്, നമ്മൾ ഓണം വിശേഷങ്ങൾ ചോദിക്കുവാണെങ്കിൽ സിനിമകൾ ഉണ്ടെന്നുള്ള അറിയാം. അല്ലാണ്ട് ചേട്ടന്റെ മനസ്സിലെ ഓണം ആ ഒരു എൻജോയ്മെന്റ് മൊമെന്റ് കാര്യങ്ങൾ അത് ശരിക്കും ഇപ്പോഴല്ല, പഴയ ഓണമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാര്യം. നമ്മൾ ട്രൂപ്പുമായിട്ട് പോകുമ്പോൾ നമുക്ക് അതാണല്ലോ ഒരു ദിവസം, ഇല്ലെങ്കിൽ തിരുവോണത്തിന് ഇത്ര പ്രോഗ്രാം. അപ്പം അതിനൊക്കെ നമുക്ക് പോകാനും നമ്മുടെ സ്റ്റേജ് ഷോ അത് തന്നെയാണ് അന്നത്തെ ഏറ്റവും വലിയ. തിരുവോണത്തിന് പ്രോഗ്രാം ഉണ്ട്, 2, 3, 4 പ്രോഗ്രാമൊക്കെ. ചില സ്ഥലത്ത് എല്ലാവരും തിരുവോണത്തിന് നല്ല ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഭക്ഷണം പോലും കിട്ടാതെ, കാരണം തിരുവോണ ദിവസം പൊതുവെ കടകളിലെല്ലാം അടവായിരിക്കും. അപ്പൊ അങ്ങനെ പട്ടിണി കിടന്നൊക്കെ ഉള്ള ഓണങ്ങളൊക്കെ നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഒരു ത്രില്ല്, പഴയ ഓണം തന്നെയാണ്. ശരിക്കും അതൊരു ലോങ് ജേർണി ആണ് അല്ലെ? മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് വരുന്നു, സിനിമയിൽ നിന്നും ഇപ്പൊ എത്തി നിൽക്കുന്ന പല ഭാഷകളിലേക്ക് അത് അവാർഡ് വാങ്ങിയിരിക്കുന്നു. ആ ഒരു ജേർണിനെ എങ്ങനെ കാണുന്നു? വലിയ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. അതിനു വേണ്ടിയിട്ട് നമ്മളെ കൂടെ നിന്ന് എല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. അവർക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും. അല്ലെ, പിന്നെ വലിയൊരു സന്തോഷം എന്തായിരുന്നു അറിയോ? അല്ലെങ്കിൽ നമ്മുടെ വിക്രം സാറിന്റെ പടത്തിന്റെ ഓഡിയോ ലോഞ്ചിനാണെന്ന് തോന്നുന്നു. അവിടെ കേറിയിട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിമിക്രിക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മിമിക്രി ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ കയറിയിട്ട് എല്ലാവരെയും സംസാരിച്ച് വളരെ കൂളായിട്ട് അല്ലെങ്കിൽ നീറ്റായിട്ട് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇറങ്ങിയല്ല സുരാജ് ചെയ്തത്. അവിടെ നിന്നിട്ട് ആ വേദി പൊളിച്ചടുക്കി തമിഴകം ഞെട്ടിത്തരിച്ച് കൈയടിപ്പിച്ചിറങ്ങി വന്നു എന്നുള്ളതാണ്.
അല്ല അത് പ്രത്യേകം അഭിനന്ദിക്കുന്നു അല്ലേ, അത് പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതൊരു ഒരു എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല അത്. നമ്മുടെ സ്ഥലമല്ല, നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ധൈര്യത്തോടു കൂടി, അത് ഇവിടുന്ന് നമ്മുടെ മലയാളികൾ നൽകിയ കൈയിടിയുടെ ഒരു ബലമാണെന്ന് ഞാൻ തീർച്ചയായും അല്ലല്ലേ. അടിപൊളിയായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു. മറ്റേ അറബിക്കടലോരത്തിന് മറ്റേ ഞാൻ മറ്റേ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു, പട്ടിയുണ്ടേ ദിവസം വിളിച്ചാൽ അത് ഷാജോണും സിദ്ദിഖൊക്കെ എപ്പോഴും എന്നെ കളിയാക്കുന്ന ഒരു ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞു പോകണമെങ്കിൽ അല്ലെ ഇന്ന് എന്താണ് പക്ഷേ അതും പിന്നെ വേറെ ഏതുണ്ട് ക്ഷമിക്കണം, ഇനി ഞാൻ ചെയ്യില്ല. പുതിയ തലമുറയിലെ മിമിക്രി ആർട്ടിസ്റ്റുകളെ കണ്ട് എല്ലാം വച്ച് നിർത്തി. നസീർക്കൊക്കെ ഒളിച്ചോടിയല്ലോ, ഇവിടെ പോലും വന്നിട്ടില്ല, ഇവിടെയും വരില്ല. ഇപ്പൊ മിമിക്രി മീ എന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളി എസ്കേപ്പ്. സുരാജ് ഏട്ടന് നമ്മുടെ ഈ വേദിയിൽ ഒരു സർപ്രൈസ് തരാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, തമിഴ് ഇൻഡസ്ട്രിയിൽ ഞങ്ങളൊന്ന് വിളിച്ചു, കുറെ പേരുടെ അടുത്ത് സംസാരിച്ചു, ഡേറ്റ് കിട്ടിയ ഒരു വ്യക്തിനെ നമുക്ക് കിട്ടി. അദ്ദേഹം എക്സൈറ്റഡ് ആണ്, നമ്മുടെ ഡോഗ് ഉൾപ്പെടെ എക്സൈറ്റഡ് ആണ് ആരാണ് വരുന്നതെന്നുള്ളത് കാണാൻ വേണ്ടി. സുരാജ് ഏട്ടാ റെഡി ആണോ? റെഡി. എങ്കിൽ ദാ വരുന്നു ആ മാത് വ്യക്തി. हुकुम टाइगर का हुकुम. எப்படி இருக்கு? സൂപ്പർ, നല്ല ഇരിക്കും. താങ്ക് യു. രജനീകാന്ത് എന്താ പേര്? രാജേഷ്. രാജേഷ്. അയ്യോ എവിടെ സ്ഥലം? അയ്യോ ആ പവറൊക്കെ പോയി. അല്ല അതാദ്യമേ പറഞ്ഞിട്ടാ വന്നത്. ഇപ്പൊ ഇവിടെ ചാർജ് പോയാ പെട്ടെന്ന് രാജേഷ്. എവിടെയാ ചേട്ടൻ തല? ഞാൻ പെട്ടെന്നൊരു ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നേ. ഇതുപോലെ ഒരു ചാനലിന്റെ ഷൂട്ടിന് ഞാൻ പോവുകയാണ്. അപ്പൊ കുറെ ഫിഗർ പരിപാടി നടക്കുന്നു. അപ്പൊ രജനി സാറിനെ കൊണ്ടുവന്നു. രജനി സാറിനെക്കാൾ വെയിറ്റും ഫുൾ ഇതുമായിട്ടുള്ള ഒരാള് ടൈമില്ല നടക്കുന്നതും അങ്ങനെ തന്നെ നടക്കുന്നത്. അപ്പൊ ഒരു പോഷ് വണ്ടി കൊണ്ടിട്ടേക്കാണ്. അപ്പൊ അതിലാണ് പുള്ളിയുടെ ഇൻട്രോ. അപ്പൊ പുള്ളി ഫ്രണ്ട് കയറുമാ ബാക്കിൽ കയറുമാ, സാർ മുന്നടിയാ പിന്നാടിയാ, ഇല്ല സാർ ഇഷ്ടം പോലെ എവിടെയാണെന്ന് വെച്ചാൽ ആ പിന്നാടി ഇരിക്ക എന്ന് പറഞ്ഞപ്പോ ഇവന്റെ ഈ ജാടയൊക്കെ കണ്ട് ഒറിജിനൽ രജനീകാന്തിന് പോലും ഇത്രയും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തെന്നറിയാം, ഇതിന്റെ ഓട്ടോ റിവേഴ്സ് ഇട്ട് ഇതിലിട്ടിട്ട് ആര് ഈ വണ്ടി കൊണ്ടുവന്ന ആള് ഇത് ഇട്ടപ്പോഴും ഇത് വണ്ടി ഇങ്ങനെ ഞാൻ എന്റെ വീട് എവിടെ? തിരുവനന്തപുരത്ത്. എന്തൊരു ജാടായിരുന്നടാ. അണ്ണാ അവന്റെ വേറെ പറ്റുണ്ട്. ആ രജനീകാന്തിന്റെ അവൻ രജനീകാന്തായിട്ട് സ്റ്റേജിൽ വരും. സ്റ്റേജിൽ വന്നിട്ട് ഒരു ഭയങ്കര ഐറ്റമാണ് സിഗരറ്റ് എടുത്ത് രാജേഷ് പേര്. ആ സിഗരറ്റ് എടുത്ത് വെച്ചിട്ട് ഡ്യൂപ്പല്ല രാജേഷ് ഇങ്ങനെ എടുത്ത് കത്തിച്ചിട്ട് സിഗരറ്റ് കത്തും. തീപ്പട്ടിയുടെ കവർ പെണ്ണുങ്ങളുടെ ഇടയിൽ പോയി വീഴും, തീരം വീഴും. അങ്ങനെ ഇവ എന്തല്ല എപ്പോഴും അങ്ങനെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്നു ഫ്രണ്ടില് പെണ്ണുങ്ങളുടെ ഇടയിൽ പോയിരുന്നു. തീപ്പട്ടി എറിഞ്ഞത് ചാടിയൊക്കെ പിടിച്ച് നോക്കി തീപ്പട്ടി തുറന്നപ്പോ അവന്റെ ഫോൺ നമ്പർ എഴുതി മടക്കി രാജേഷ് ഇതാണെന്നാ തോന്നുന്നേ. പേരെന്താ പറഞ്ഞേ? രാജേഷ്. നിങ്ങളാണോ ആ ചാനലിന്റെ പരിപാടിക്ക് വന്ന്? ഇല്ലില്ല, ഫസ്റ്റ് പരിപാടിയാണ്. ഒരുപാട് ഡ്യൂപ്പുകൾ കണ്ടിട്ടുണ്ട് രജനി, പക്ഷെ ഈ ഇത്രയും പെർഫെക്റ്റ് ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചുമ്മാ പറയാം, പ്രസാദിന് ചുമ്മാ ഇഷ്ടം പോലെ ഡ്യൂപ്പിനൊക്കെ പ്രസാദം അല്ല ചുമ്മാ അതല്ല ഇത് പ്രചോദ നമുക്ക് ഞാൻ കണ്ടപ്പോ തന്നെ ഒരുപാട് നമ്മുടെ ഡ്യൂപ്പുകളൊക്കെ നമുക്ക് അറിയാം, ആരൊക്കെയാണെന്ന് അറിയാലോ നമ്മുടെ കേരളത്തിലുള്ള. മറ്റേ സാധനം ഫില്ല് ചെയ്ത് ചെയ്തിട്ടുണ്ടായില്ലേ? അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ കത്തുള്ളൂ. ഇങ്ങനെ പോവാണ് ഈ സൈഡിൽ കുറെ തീ കത്തും. ഇത് നമ്മുടെ ടീമാണ്, ഓപ്പോസിറ്റ് ആണ്. സുരാജ് സാധനം എന്തോ ഒരു കോമഡി പ്രസാദേട്ടനെ രജനീകാന്തിനെ കണ്ടപ്പോ തന്നെ എന്നോട് ചോദിച്ചത് ഇത് പുതിയതാണോ എന്ന് ചോദിച്ചപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി പ്രസാദേട്ടൻ അറിഞ്ഞിട്ടേ ഇല്ല ഇയാളാ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടനവധി മിമിക്രിക്കാരുടെ ഡൂപ്പുകൾ എല്ലാത്തിനും പ്രസാദേട്ടനാണ്. അങ്ങനത്തെ ഒരു ബന്ധം പ്രസാദേട്ടനുണ്ട്. മാത്രമല്ല ഈ മിമിക്രിക്കാർക്ക് അഭിമാനം എന്ന് വെച്ചാൽ മിമിക്രിക്കാരുടെ അപരന്മാര്, അതായത് രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് എല്ലാ മേഖലകളിലും മിമിക്രിക്കാർ അവരുടെ അപരന്മാരായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മിമിക്രി ലോകത്തു നിന്നും മിമിക്രി സംഘടനയിൽ ഉണ്ടായിരുന്ന മണിയായിരുന്നു അവിടെ പോയി തകർത്തുകൊണ്ടിരുന്നത്. ഇപ്പോ സ്വരാജും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. മാത്രമല്ല നാഷണൽ അവാർഡ് വിന്നറാണ്, സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്, സംഗീത അക്കാദമി വിന്നറാണ്, ഗിന്നസ് അവാർഡ് വിന്നറാണ്. മിമിക്രിക്കാരും മോശക്കാരല്ല.
പിന്നെ ഞാൻ ആ പട്ടിയെ കണ്ടപ്പോ എനിക്ക് തോന്നിയ എന്താണെന്നറിയാം, മനുഷ്യൻ കൊണ്ടു നടക്കുന്ന രണ്ട് സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയും പട്ടിയുമാണ്. ഇല്ലേ? പട്ടി പാവപ്പെട്ടവനെയും പണക്കാരനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ, പട്ടിയുമായിട്ട് ഒരുത്തൻ നടക്കണ കണ്ടാൽ അവൻ പണക്കാരൻ, പട്ടിയെ പോലെ ഒരുത്തൻ അലഞ്ഞു നടക്കണ കണ്ടാൽ അവൻ പാവപ്പെട്ടവൻ. ഇങ്ങനെയാണ് അതിനാ. പക്ഷെ ഈ പട്ടിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പട്ടി വാലാട്ടും മനുഷ്യൻ എല്ലാത്തിനും തലയാട്ടും. പട്ടിക്കൊരു കൂടുണ്ട്, നമുക്കൊരു വീടുണ്ട്. പട്ടിയും ചങ്ങലക്കെടും. ചില സമയത്ത് നമ്മ കയ്യിൽ നിന്ന് പോയാൽ നമ്മളെയും ചങ്ങലക്കെടും. നമ്മളും വീടിന് കാവലാണ് വയസ്സാങ്കാലത്ത്, പട്ടിയും വീടിന് കാവലാണ്. പിന്നെ എന്താണ് ഈ പട്ടീനെ കടിക്കണേന്ന് ചോദിച്ചാൽ, അങ്ങനെ അത്രയും ബന്ധമുള്ള ഒരു പട്ടി ഒരിക്കലും മനുഷ്യനെ കടിക്കാൻ പാടില്ലല്ലോ. നമ്മളെയും പോടാ പട്ടി എന്നൊക്കെ വിളിക്കാറുണ്ട്, നായെ പോയി അലയുന്നു എന്നൊക്കെ കുറെ ഉദാഹരണങ്ങളൊക്കെ പറയും. പിന്നെ എന്തുകൊണ്ട് ഈ പട്ടി മനുഷ്യനെ കടിക്കണം എന്ന് പറഞ്ഞാൽ, ഒരു പട്ടിക്ക് വേറൊരു പട്ടിയെ ഇഷ്ടമല്ല. പക്ഷേ നന്നായിട്ട് കൊണ്ടു നടന്നാൽ നല്ലതാണ്. മറിച്ച് ഇത് കാണിച്ചു കൂട്ടുന്ന ചെറിയ ഉപദ്രവങ്ങൾ നമുക്ക് നഷ്ടവും ഉണ്ടാക്കുന്നുണ്ട്. അത് ഇഷ്ടപ്പെട്ടു. ഹാർട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ് സംഭവല്ലേ പറഞ്ഞത്. സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞത്. അല്ല, ഏറ്റവും ഇറ്റാവുമ്പോഴാണ് ഇത് പൊങ്ങണത് ഈ പട്ടി. അല്ല, ഏറ്റവും കൈകൂപ്പണത് അതിലുമായിട്ടുള്ള കണക്ഷൻ മാത്രമേ. ഇത് ചേട്ടനെടുത്തോ, നിങ്ങളെടുത്തോ. അങ്ങനെയാണോ? ഒരുമിച്ച് മാസായിട്ട് അവിടെ ചെന്ന് സ്റ്റൈല് കാണിക്കണം. ബ്രൗണി അപ്പൊ സുരേഷ് ചേട്ടാ, ഒരിക്കൽ കൂടി ഒഫീഷ്യലി വെൽക്കം ചെയ്യാണ് നമ്മുടെ ഫാമിലിയിലേക്ക്. ഇനി ഇരുന്ന് നമുക്ക് ആർമാദിക്കാം ഈ ഓണം. ഓക്കെ, താങ്ക് യു. അല്ല, ഈ കൂട്ടത്തിലേക്കാണോ ആ കോട്ടൊക്കെ അഴിച്ച് മാറ്റിക്കെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഓരോ കൗണ്ടറുകൾ അല്ലെങ്കിൽ തമാശകൾ പറയുമ്പോഴേ നമ്മൾ പറയും ഇത് പഴയതാണ്, ഇത് 2000-ലെയാണ്. ശരിക്കും ഇതിനൊരു ഒറിജിൻ ഉണ്ടാവില്ലേ? അതെ. അല്ലെങ്കിൽ ഈ കോമഡി എങ്ങനെ വന്നു, അല്ലെങ്കിൽ കൗണ്ടേഴ്സ് എങ്ങനെ വന്നു, മിമിക്രിയുടെ ഒരു ഒറിജിൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്നെ പോലത്തെ കുഞ്ഞു ആൾക്കാർക്ക് ഡൗട്ട് ഉള്ളൊരു സംഭവമാണേ. പ്രായം കൊണ്ടല്ല നാദിക്ക, ഈ മിമിക്രിയുടെ ഒരു ഹിസ്റ്ററി ഉണ്ടാവും. അതിൽ ശരിക്കും നാദിക്കാണോ ഉണ്ടാവുക അതോ പ്രസാദേട്ടനാണോ തുടക്കം ഇട്ട്, അതൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊരു റിസർച്ച് നടത്തി ഞങ്ങളുടെ കയ്യിൽ ഹിസ്റ്ററി ഓഫ് മിമിക്രി എന്ന് പറഞ്ഞൊരു കിടിലം വീഡിയോ ഉണ്ട്. അത് നമ്മുടെ പ്രേക്ഷകർക്കും നമ്മളെ പോലത്തെ ആൾക്കാർക്കും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കതൊന്ന് കണ്ടാലോ? പിന്നെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു ഹിസ്റ്ററി ഓഫ് മിമിക്രി. എവിടെയും ഏറ്റവും എളുപ്പത്തിൽ ഹിറ്റാകുന്ന രസം ഹാസ്യമായതിനാൽ ചരിത്രാതീത കാലം തൊട്ടേ ചിരിക്കാൻ കഴിയുന്ന ഏകജീവിയായ മനുഷ്യൻ ഹാസ്യത്തിൽ നിന്നും പിറവി കൊള്ളുന്ന കലാരൂപങ്ങൾ കണ്ടുപിടിച്ചു. ബുദ്ധിജീവികൾ പണ്ടേക്ക് പണ്ടേ ഇത്തിരി കൂടുതലായ മലയാളക്കരയിൽ ആ ഹാസ്യം ആക്ഷേപഹാസ്യമായി. നമ്പ്യാരും തുള്ളലും അതിന്റെ പേറ്റന്റ് എടുത്തപ്പോൾ ഓട്ടം തുള്ളലിൽ പലതും പറയും, അതുകൊണ്ടാരും ഖേദിക്കരുത്. സ്ലാപ്സ്റ്റിക് കോമഡിയുടെ കൈപിടിച്ച് സർക്കസിൽ കോമാളിയും നാടകങ്ങളിൽ വിദൂഷകനും ചിരിയുടെ റൂട്ട് തെളിച്ചപ്പോൾ 70s ആ റൂട്ടിലേക്ക് പുതിയ സ്റ്റാർട്ടപ്പുമായി മിമിക്രി എത്തി. സാക്ഷാൽ ഗാനഗന്ധർവന്റെ ഗാനമേളക്കിടയിലും KPSCയുടെ നാടകത്തിന്റെ മുന്നിലും ഒറ്റ ഇരട്ട പട്ടാളങ്ങളായി കോമഡിയുടെ റൂട്ട് മാർച്ച് നടത്തിയവർ പിൽക്കാലത്ത് മറ്റു മേഖലകളിൽ അതിപ്രശസ്തരായി. കൊച്ചിൻ കലാഭവൻ എന്ന മഹാപ്രസ്ഥാനവും അതിന്റെ അമരത്ത് ആബേലച്ചനും എത്തിയപ്പോൾ മിമിക്രി എന്ന ഒറ്റയാൾ കലാരൂപം നിരത്തിവെച്ച മൈക്കുകളും നീളൻ ജുബയുമായി മിമിക്സ് പരേഡിലേക്ക് ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടു. പുട്ടിന് പീരസമവാക്യത്തിൽ മറ്റ് പരിപാടികൾക്കിടയിൽ ജാമായി മാത്രം അവതരിപ്പിക്കപ്പെട്ടിരുന്ന മിമിക്രിക്ക് അങ്ങനെ 70s അവസാനത്തിലും 80s തുടക്കത്തിലും കേരളത്തിലുടനീളം റെഡ് കാർപ്പറ്റ് സ്പേസ് ലഭിക്കാൻ തുടങ്ങി. പിന്നീടുണ്ടായത് വേദികളിൽ പില്ലറുകളായിരുന്ന മിമിക്രി താരങ്ങൾ മലയാള സിനിമയുടെ പില്ലറുകളാകുന്ന റവല്യൂഷൻ. ഞങ്ങള് ദുബായിൽ നടത്തിയൊരു പ്രോഗ്രാമിന്റെ കാസറ്റ് കണ്ടിട്ടാണ്
പത്മരാജൻ സാർ ആദ്യമായിട്ട് എന്നെ സിനിമയിലേക്ക് വിളിക്കുന്നത്. 90കളുടെ പകുതിയായപ്പോഴേക്കും 100ഓളമായി കേരളത്തിലെ മിമിക്രി ട്രൂപ്പുകളുടെ ബെഞ്ച് സ്ട്രെങ്ത്. ആ മിമിക്രി യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡബിൾ പ്രൊമോഷൻ കിട്ടി സിനിമയിലേക്ക് കയറിയ എത്രയെത്ര താരങ്ങൾ. സ്കൂൾ കലോത്സവങ്ങളിലെ ഈ ഗ്ലാമർ ഐറ്റം പിന്നീട് സാമൂഹ്യ വിമർശനങ്ങളുടെ കുറിക്കുകൊള്ളുന്ന പാരഡികൾ ഒരുക്കി ഓഡിയോ കാസറ്റുകളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ചിരിയുടെ എവർഗ്രീൻ കലയായി. കണ്ണടയും മിമിക്സ് ബാലെ, മിമിക്സ് ഗാനമേള, ഫിഗർ ഷോ, തുടങ്ങി മിമിക്രി ലാബിൽ സക്സസ് ആയ വെറൈറ്റി എക്സ്പെരിമെന്റുകൾ. ലോകത്തിൽ മിമിക്രിക്കാർക്ക് മാത്രമായി അസോസിയേഷൻ ഉള്ള ഇന്ത്യൻ മിമിക്രിയുടെ ഏക ആസ്ഥാനമായ നമ്മുടെ കൊച്ചു കേരളത്തിൽ ലേറ്റസ്റ്റ് സെൻസേഷനായ സ്റ്റാൻഡപ്പ് ഷോകൾ ജെൻസി കിഡ്സിന്റെ വരെ കയ്യടി നേടുന്നു. LED വാളുകൾ മുതൽ ഇലക്ട്രിഫൈയിങ് ആംബിയൻസുകൾ വരെ, സ്പോട്ട് ലൈറ്റുകൾ മുതൽ സ്പോട്ട് ഡബിംഗ് വരെ, ന്യൂജൻ മിമിക്രിക്കാർ പുത്തൻ ടെംപ്ലേറ്റുകൾ പണിത് മുന്നോട്ട് കുതിക്കുന്നു. എന്റർടൈൻമെന്റ് എക്സ്ട്രീമിൽ ഇനിയും തുടരുക തന്നെ ചെയ്യും ഈ കലാരൂപം. ആദ്യമായി നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന സ്വന്തം അച്ഛനെയും അമ്മയെയും അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കുഞ്ഞ് നമ്മളിൽ ഉള്ളിടത്തോളം കാലം അമ്മ. വാട്ട് എ ലോങ് ജേർണി. ശരിക്കും പറഞ്ഞ ഒരു ഈ പറഞ്ഞ പോലെ 70s തന്നെ ഇപ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ പല കാലഘട്ടം പല ഫോർമാറ്റിൽ വന്നു. ഇപ്പൊ പറഞ്ഞ സ്റ്റാൻഡപ്പ് കോമഡി ഡിജിറ്റലായി, സ്റ്റേജായി, ടെലിവിഷനിലൂടെയായി, അതിന്റെ സിറ്റ്കോംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഈ യാത്രകളിലൊക്കെ ഉടനീളം ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. എന്ത് തോന്നുന്നു അതൊക്കെ ഇതിപ്പോ കണ്ടപ്പോ? ശരിക്ക് ഈ ഫോട്ടോസും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ജേണി ഇപ്പോൾ നമ്മളിവിടെ കണ്ടപ്പോൾ ഇതൊക്കെ നമ്മളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് ഇപ്പോൾ KSP ഇവിടെ ഇരിപ്പുണ്ട്. കലാഭവനിൽ മിമിക്രി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവരുടെ റിഹേഴ്സൽ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജനലിൽ കൂടി ഒളിഞ്ഞു നോക്കി റിഹേഴ്സൽ കണ്ടിരുന്ന ആൾക്കാരാണ് ഞാനൊക്കെ. അപ്പോൾ എന്നെ മിമിക്രി കൊണ്ടുവന്ന ആളാണ് ജോർജ്, ഏലൂർ ജോർജ്. അദ്ദേഹം കാരണം ഗാനമേളയ്ക്ക് പാട്ട് പാടിയിരുന്ന നമ്മളെ ഒരു കാരണക്കാരനായിട്ടുള്ള ജോർജും രമേശ് കുറുമശ്ശേരി. പിന്നെ വീഡിയോ കാസറ്റുകളിലൂടെ ഞങ്ങളെയൊക്കെ ഞാൻ, ദിലീപ്, ഷിയാസ്, അശോകൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേർക്ക് വീഡിയോ കാസറ്റുകളിലൂടെ അവസരം തന്ന ആളാണ് KS പ്രസാദ്, KSP. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ജേണി. അല്ലെങ്കിൽ ദൈവാനുഗ്രഹിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നതിന് കാരണക്കാരായിട്ടുള്ള വ്യക്തികളിൽ പലരും ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ അതിന് ശേഷമാണ് നമ്മളൊക്കെ പലർക്കും കാരണക്കാരായി വന്നത്. ഈ വിഷ്വൽസ് എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരുപാട് കാലങ്ങളുടെ പുറകോട്ട് പോയി. കാരണം ഇപ്പം കണ്ട ഷോർട്സിൽ, മിമിക്രി ബേസ് ചെയ്തിട്ടുള്ള ഷോർട്സിലൊരു 75% ഞാൻ തന്നെ ഷൂട്ട് ചെയ്തതാണ്. തീർച്ചയായിട്ടും എനിക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. അതിൽ ആദ്യത്തെ കാസറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് നാദൃശ്യം അഭിയൊക്കെ ഉള്ള മിമിക്സ് പരേഡ് ഓഫ് കൊച്ചിൻ ഓസ്കാർ. അതിനുശേഷമുള്ള കലാഭവൻ്റെ ഹരിശ്രീ മിമിക്സ് പരേഡ്, ദിലീപും. ഈ കാസറ്റുകൾ എല്ലാം നമ്മൾ തന്നെ ഷൂട്ട് ചെയ്ത കാസറ്റ് ആയതുകൊണ്ട് ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ പുറകോട്ട് പോകാൻ സാധിച്ചു. എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജി ഫീൽ ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ രോമം എഴുന്നേറ്റ് വന്നു പോയി ആ പഴയ കാലഘട്ടം. അതുപോലെ ടെസ്നിഗാനൊക്കെ ആയിട്ടുള്ള നമ്മുടെ പോലക്കടക്കാരൻ ആ സോങ്സ്, അങ്ങനെ പാരഡൈസ് സോങ്സ് ഒക്കെ ആദ്യമായിട്ട് നാദൃശ്യയുടെ ഷൂട്ട് ചെയ്ത് ഞാനായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ഇത് എഡിറ്റ് ചെയ്തത് ആരായാലും ഗംഭീരമായിട്ടുണ്ട് അതിനകത്ത്. അതുപോലെ AI കുറേ വർക്കുകളും അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ആ രണ്ടും കൂടെ മിക്സ് ചെയ്ത് പലരുടെയും തല മാറ്റി വേറെ തലകൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് ആ വർക്ക്. ആരായാലും പ്രത്യേകിച്ച് അതിൻ്റെ പുറകിലുള്ള ഇതിൻ്റെ സംവിധായകന് നല്ലൊരു കയ്യടി കൊടുക്കണം നമുക്ക്. എലീന, ഒരു സംശയം ചോദിക്കാൻ, ഇത് ഒറിജിനൽ സലീം കുമാർ പറഞ്ഞാണ് അല്ലെങ്കിൽ മിമിക്രി ആർട്ടിസ്റ്റ് വോയിസ് ഓവർ കൊടുത്താണ്? മിമിക്രി ആർട്ടിസ്റ്റ് സൗണ്ട് കൊടുത്തു. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കാരണം ഗംഭീരമുണ്ട്. ആ ആർട്ടിസ്റ്റിന്റെ പേര് കൂടി പറഞ്ഞാൽ രജി രാമപുരം. രജി രാമപുരം.
റെജിയാണ് ഏറ്റവും നന്നായിട്ട് സലീമിന്റെ വോയിസ് എടുക്കുന്ന ഒരു വ്യക്തി. ശരിക്കും ആ വീഡിയോ കണ്ടപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ അറിയോ, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഓണം മെഗാ ചാർജ് ഈവന്റ് ഇത്രയും ഗംഭീരമാക്കാൻ ഇത്രയും ലെജൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കും ഈ ഷോ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുകൊണ്ട് ഏത് മൂഡ് അടിച്ചു പൊളിക്കട്ടെ, പരിപാടി ഇറക്കട്ടെ. അതാ വരാൻ പോണ അടുത്ത പരിപാടി എന്ന് പറഞ്ഞേ. ഓ എപ്പോഴും ഗസ്റ്റ് കൂടെ വരാനില്ല, ഇത് എന്ത് പരിപാടി? അയ്യോ, ഈ പ്രധാന അതിഥി വരാതെ പരിപാടി തുടങ്ങാൻ പറ്റില്ലല്ലോ ലീന. നീ സാധാരണ എല്ലാം ഉടക്കാണ്, പക്ഷെ ഇതെന്താണ് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എല്ലാവരും കാണണം. പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇതാണ് കോമഡി മാസ്റ്റേഴ്സ് ഫ്ലോർ. ഞാൻ പറഞ്ഞ ആൾക്കാരാണ് ഇരിക്കുന്നതൊക്കെ. കണ്ടായിരുന്ന എല്ലാവർക്കും ഹായ് കൊടുക്ക്. ഇത് അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു ഏലിയനാണ്. ഏലിയൻ അന്യഗ്രഹത്തിൽ നിന്ന് വന്നത്, അല്ലാതെ ഞാൻ ചാർജ് കൂട്ടുന്ന വേഷം കെട്ടിക്കൊണ്ട് വച്ചേക്കുന്നതല്ല. മനസ്സിലായില്ലേ? ഹലോ, ഈ ഏലിയന്റെ പേരാണ് മനോജ് നെടുമങ്ങാട്. എന്താ മനോജ് നെടുമങ്ങാടോ? വേണമെങ്കിൽ നെടുമങ്ങാട് മനോജ് എന്നും പറയാം. സത്യത്തില് ഇവന്റെ പേര് ഞാൻ മനോജ് എന്നാക്കാൻ ഒരു കാരണമുണ്ട്. ആ പേരെന്ന് പറഞ്ഞടാ, മനോജ് അല്ലേ നല്ലത്? അതല്ലേ നല്ലത്? ഇത് ചെറുത്. ഇത് ഇവന് സ്ഥലത്തിന് ഒരു പേരുണ്ട്, 1.5 ഏക്കർ നീളത്തില്. അതുകൊണ്ട് അത് നെടുമങ്ങാടാക്കി. അപ്പൊ ഇനി ഷോ തീരുന്നവരെ നീ മനോജ് നെടുമങ്ങാട് എല്ലാരും അങ്ങനെ വിളിക്കാവേ. മനോജ് നെടുമങ്ങാട്. വന്നതിന് ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് ഇവന്റെ നാട്ടിൽ ആർക്കും ചിരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിലാണല്ലോ ചിരിയുള്ളത്. ഞാൻ പറഞ്ഞോ ആ നാട്ടില് ഇവന്റെ ഉണ്ട് മറ്റേ ഫയർ അടിക്കുന്ന ഒരു മിഷൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അവന്റെ നാട്ടില് ആൾക്കാർക്ക് ചിരിക്കണം. ആ ചിരി പഠിക്കാൻ വേണ്ടി, മിമിക്രി പഠിക്കാൻ വേണ്ടി ഇവൻ കേരളത്തിലേക്ക് വന്നു. വേറൊരു കാര്യം, ഇവൻ ഇങ്ങനെ നിൽക്കുന്നത് വിചാരിച്ചിട്ട് ഇവന് കഴിവില്ലാത്തൊരുത്തനാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരുപാട് കഴിവുള്ളൊരു പയ്യനാണിത്. ഇപ്പൊ ഒരു കഴിവ് കാണിച്ചത് എനിക്കിവൻ പയ്യൻ മനോജ് നെടുമങ്ങാട്. ഇവന്റെ ഒരു ഭയങ്കര കഴിവ്. വേണ്ട ശ്വേത ചേച്ചി, അതാണ് ശ്വേത മേനോൻ. വലിയ പുള്ളിയാണ് സിനിമയുടെ ഇപ്പം. അയ്യോ ചേച്ചി കണ്ടിന്യൂ. ശ്വേത മേനോൻ, ഇന്ത്യൻ ആക്ട്രസ്, മോഡൽ, മലയാളികളുടെ സ്വന്തം രതി ചേച്ചി. വയസ്സ് മാത്രം പറയരുത്. ലോൺ എടുത്താണ് വെപ്പൂരിൽ വെച്ചേക്കണെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ ഇന്നും ചേച്ചിക്ക് 18 വയസ്സേ ഉള്ളൂ. ആ വിഗ്രഹം നീ തറയിട്ട് ഉടച്ചളയല്ലേ? വയസ്സ് പറയല്ലേടാ പറയല്ലേ കേട്ടാ. മനോജ്, ഇരിക്കുന്ന ചേച്ചിയെ കണ്ട ശ്രീവിദ്യ ചേച്ചി, ഈ ചേച്ചിക്ക് ബുദ്ധിയുണ്ടോ എന്നൊന്ന് പറയൂ. ഏലിയൻ അണ്ടെണ്ണ ഗൂഗിൾ മാപ്പ് കണക്ക് കറങ്ങി. എന്റെ പൊന്നെണ്ണ, ഈ ബഹിരാകാശത്ത് പോലും അന്യഗ്രഹത്തിൽ പോലും ഉത്തരവില്ലാത്തൊരു ചോദ്യം നിങ്ങളുടെ ഈ കൊച്ചു ചെറുക്കനോട് ചോദിച്ചാൽ അവൻ കിടന്ന് അവന്റെ ചാർജ് തീർന്ന് വീഴും. അതൊന്നും ചോദിക്കല്ലേ? വേണ്ട, ഒന്നുമില്ല. അവൻ ഇവിടെ വന്ന് മക്കള് വാടാ. എടാ എലിയ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതാണ് പക്രുച്ചേട്ടൻ. ഈ ഇരിക്കുന്ന ആളെ പരിചയമുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. തിരിച്ചറിയാൻ അറിയാവോ? അതിങ്ങനെ എയറിൽ പോകാറല്ലേ? എയറിൽ പോകുന്ന സമയത്ത് അവിടെ അതറിഞ്ഞില്ലേ? ഇവൻ വേറൊരു അറിവും കൂടെ തന്നായിരുന്നു. പുള്ളി അവിടെ ഒരു 2 BHK ഫ്ലാറ്റ് കൊടുത്ത് കാര്യം ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ അവിടെ ഹോട്ടൽ ബില്ല് ഒരുപാട് ആവും തന്നു. അതായത് ഇപ്പൊ ഇവന് വേണ്ടത്, ഇവന് മിമിക്രിയിൽ ആദ്യാക്ഷരം കുറിക്കണം. കറക്റ്റ് സ്ഥലത്താണ് ഏലിയൻ വന്നിരിക്കുന്നത്. അല്ലല്ലല്ല, മിമിക്രിയിൽ ധർമ്മചേട്ടൻ എന്നെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, മിമിക്രിയുടെ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ പേരേ നമുക്കുള്ളൂ, KS പ്രസാദൻ. അതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഒരെതിർപ്പില്ല, എതിരില്ലാതെ വിജയിച്ചു. അതെ, ബോർഡ് മാറ്റും കേട്ടോ ഇനി വീട്ടിന്റെ. പ്രസാദന്റെ വീടിന്റെ ബോർഡ് മാറും. എഴുത്തച്ഛൻ മാറും മിക്കവാറും. നമ്മളെക്കാളും ഒക്കെ സീനിയർ ആയിട്ടുള്ള ചില മിമിക്രി കലാകാരന്മാര് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പലർക്കും അറിയില്ല ആ പേര്. അപ്പൊ അത് ഈ സമയത്ത് ഇവിടെ പറയാതിരിക്കുന്നത് തെറ്റാണ്. വേണു മാധവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം 1932 ജനിച്ചു. അതുപോലെ അദ്ദേഹം 1961 മിമിക്രി പ്രോഗ്രാം, അന്നത്തെ നേതാക്കന്മാരായിട്ടുള്ള, അതായത് നമ്മുടെ ഉപരാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി, അതുപോലെ നരസിംഹറാവു, അങ്ങനെയുള്ള ആളുകളെയൊക്കെ അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ തെലങ്കാന യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം മിമിക്രിക്ക് ഒരു കോഴ്സ് നടത്തിയിരുന്നു, ഡിപ്ലോമ. അപ്പൊ അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ മിമിക്രിക്ക് ഒരു കോഴ്സ് നമ്മളൊക്കെ കേരളത്തിനൊക്കെ മുമ്പ് ആന്ധ്രയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വലിയ സത്യമാണ്. അദ്ദേഹത്തിന് പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു കലാരൂപമല്ലേ ഇവരൊക്കെ നശിപ്പിച്ചത്. അല്ല സുരാജേ, ഇപ്പൊ മിമിക്രിയുടെ എഴുത്തച്ഛൻ സംസാരിച്ചു പ്രസാദേട്ടൻ. ഇനി മിമിക്രിയുടെ വള്ളത്തോൾ ടിനി സംസാരിക്കും.
പക്ഷെ ആ ടീമിൽ എല്ലാവർക്കും വിവരമുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ബൗദ്ധികമായിട്ട് സംസാരിക്കുന്നവരാ, നിങ്ങളെ പോലെ ചീഞ്ഞ സാധനമല്ല, ബൗദ്ധികമായിട്ടുള്ള. ആദ്യാക്ഷരം കുറിക്കാനുള്ള അവസരം ഞാൻ ഒരുക്കി തരാം. പ്രസാദ് ഏട്ടാ ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഏലിയൻ മിമിക്രിയുടെ ആദ്യാക്ഷരം കുറിക്കാം. ഓക്കെ. നമസ്കാരം. ഹലോ നമസ്കാരം. അല്ല ഏലിയൻ നമസ്കാരം കൊടുത്ത സ്ഥിതിക്ക് നമുക്കിനി ആദ്യാക്ഷരം എഴുത്തല്ല മിമിക്രിയില്ലേ? മിമിക്രി എന്ന് പറഞ്ഞാൽ ശബ്ദം നമ്മൾ അനുകരിക്കും, അത് അതേപോലെ അനുകരിക്കും. അതാണ് കറക്റ്റ്. അങ്ങനെയാണ് മനോജ്. ഒരു ശബ്ദം ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കൂ. ആദ്യാക്ഷരം അല്ലേ? അല്ല അവന് വിരൽ നീള കൂടുതലുള്ളത് കൊണ്ടായിരിക്കും അത് സംഭവം. പോകുന്ന ശബ്ദം. ആമയല്ലോ, അല്ല തമിഴ്. ശ്രമിക്കൂ. അവസാനത്തെ മറ്റേ വിളിയും കൂടെ. ഏലിയന് ശ്വാസം മുട്ടലെന്ന് പറഞ്ഞ അവിടെ നാളെ വരും. ഇപ്പൊ കുഴപ്പമില്ല, ആദ്യാക്ഷരം എന്തായാലും കുറിച്ചു, ഇനി ഇവനെ പഠിപ്പിച്ചെടുക്കാമല്ലോ. ഓക്കെ, അത്രേ ഉള്ളൂ. അത് മതി. ബാക്കി ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു സൂപ്പർ ആയിട്ട് അവിടെ പോയി ട്രൂപ്പ് വിടാം. കൊച്ചിൻ ഏലിയൻ ഇനാഗ്രേഷൻ അങ്ങോട്ട് വന്നേക്കാം. നൈസായിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഒരു ഇനാഗ്രേഷനും പിടിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാനൊരു മിമിക്രി പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മനോജ് നെടുമങ്ങാടിനെ. മനോജ് ഏതായാലും സ്വന്തം ഗൃഹത്തിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു മിമിക്സ് ട്രൂപ്പ് ഇടാം. മാത്രമല്ല ഒരുപാട് എന്നെക്കാളും ഒക്കെ സീനിയർ ആയിട്ടുള്ള മിമിക്രി കലാകാരന്മാർ ഇവിടെയുണ്ട്. 1970 കാലഘട്ടങ്ങളിലേക്ക് നമുക്ക് പോകാം. അവരെ കൂടെ നമുക്ക് ഈ വേദിയിലോട്ട് ക്ഷണിക്കാം. ഓക്കെ, ശാന്തിയിൽ ദിവസേന 3 കളികൾ കൊള്ളാമല്ലോ. രാജാ, ചായയെ കുറിച്ച് രാവിലെ ഇവിടെ കുത്തിരിക്കാതെ ഈ ഭാര്യ നോക്കിയിരിക്കാതെ നീ വീട്ടിൽ പോയി നിന്റെ ഭാര്യ നോക്കിനടാ. പോയിടാ. സ്വന്തം ഭാര്യ വീട്ടിലില്ല, ഈ ഭാര്യ കൊള്ളാം. നടക്കടാ ഇങ്ങോട്ട്. നടക്കടാ, ഇരിക്കടാ. അവിടെയല്ല താഴെ. എനിക്കടുപ്പത്തിലൊരു ചായ, അവനൊരു ഗ്ലാസ് പച്ചവെള്ളം. അവന് വെള്ളം മതിയോ? അവന് പച്ചവെള്ളം പോലും കൊടുത്തു പോകരുത്. എന്നെ ഇട്ട് ഓടിച്ചവനാണ് അവൻ, അതും ഈ കാട്ടുപിടിക്കുന്ന നിക്കറോടുകൂടി. എന്ത് കുറ്റമാണ് ഇവൻ ചെയ്തത്? ഇവൻ ചെയ്ത കുറ്റമോ? ഇവൻ സ്വന്തം വീട്ടിൽ കയറി മോട്ടിച്ചു. നിനക്ക് നാണമല്ലടാ സ്വന്തം വീട്ടിൽ കയറി മോട്ടിക്കാൻ? എന്റെ സ്വന്തം വീടല്ല, പ്രഭാകരൻ മുതലാളിയുടെ വീടിന്റെ പേരാണ് സ്വന്തം വീട്. കളയിരിക്കുമ്പോൾ വാളാടുന്നു. ഞാൻ പറയാം, പ്രഭാകരൻ മുതലാളിയുടെ സ്വന്തം വീടാണ് സ്വന്തം വീട്. എത്ര സ്വന്തമാണ്? ഏമാനെ തെറ്റിയിരിക്കുന്നു. ഞാൻ അത് മനഃപൂർവ്വം തെറ്റിച്ചതാണ്. അതെന്തിനാണ്? പറയുമ്പോൾ എന്തെങ്കിലും കോമഡി വേണ്ടേ? ഞാൻ പറഞ്ഞത് കോമഡിയാണ്. ചായ കുടി. ഈ ചായക്ക് ഒരു കളറില്ല. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ഇത്രയും കളർ കിട്ടിയ ഏമാന്റെ ഭാഗ്യം. അലീക്ക, പേർഷ്യയിൽ പോയ സുധാകരനല്ലേ വരുന്നത്? അമ്പട സുധാകര, ശരിയാണല്ലോ. അലീക്ക, സുധാകര, അലീക്ക, സുധാകര, അലീക്ക, സുധാകര. നിർത്താൻ! എന്ത് കോപ്രായമാണ് നിങ്ങൾ കാണിക്കുന്നത്? അലീക്കയ്ക്ക് ഞാനൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് കൂട്ടമാണ്? പേർഷ്യയിൽ നിന്നും കൊണ്ടുവന്ന റേഡിയോ. പടച്ചോനെ, വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരുന്നതാണ് ഈ റേഡിയോ. സുധാകര, നിനക്ക് ഒരുപാട് പുണ്യം ഉണ്ടാകും, ഒരുപാട് പുണ്യം. അപ്പൊ ഇനി എല്ലാവർക്കും പാട്ട് കേട്ടിരുന്ന് ചായ കുടിക്കാം. അത് കാര്യമാണ് പറഞ്ഞത്. അള്ള സുധാകര,
ഈ സൂത്രത്തിൽ എങ്ങനെയാണ് പാട്ട് കേൾക്കുന്നത്? അലീക്ക ഈ സുനയിൽ പിടിച്ച് ഇങ്ങോട്ട് തിരിച്ചാൽ പാട്ട് കേൾക്കും. പിന്നെയും പിന്നെയും തിരിച്ചാൽ ഒരുപാട് സ്റ്റേഷനുകൾ വരും. പോലീസ് സ്റ്റേഷൻ വരുമോ? പോലീസ് സ്റ്റേഷൻ ഇങ്ങോട്ട് വരില്ലടാ, നമ്മൾ അങ്ങോട്ട് പോണം. അവിടെ ചെന്നാൽ ഇടിച്ച് നിന്നെ റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. മനസ്സിലായോ റാസ്കിൾ? സുധാകര 5 വർഷമായല്ലോ നീ പേർഷ്യയിൽ പോയിട്ട്. തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടുകാർ എന്ത് പറഞ്ഞു? ഞാൻ വീട്ടിലേക്ക് വന്ന് മുറിക്കകത്തേക്ക് കാലെടുത്തു കുത്തിയതും അങ്ങോട്ട് പിടിച്ച് തിരിക്കല്ലേ. ഞാൻ അങ്ങോട്ട് തിരിച്ചതല്ല, ഇങ്ങോട്ട് തിരിച്ചതാ. പേർഷ്യക്കാരൻ സുധാകര, എന്താണ് പേർഷ്യയിൽ ശമ്പളമൊക്കെ എങ്ങനെ ഉണ്ട്? എന്റെ കഷ്ടപ്പെട്ട പണിയാണെങ്കിലും എന്റെ ശമ്പളം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഞെക്കല്ലേ, ഞാൻ ശരിയാക്കി തരാം. ആകാശവാണി പ്രധാന വാർത്തകൾ. പേർഷ്യയിൽ നിന്നും റേഡിയോ മോഷ്ടിച്ച മലയാളി യുവാവിനെ അറബി പോലീസ് തിരയുന്നു. മാത്രമല്ലല്ലോ പേർഷ്യയിൽ നിന്നും നാട്ടിലേക്ക് വന്നത്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. കേൾക്കുന്നതൊന്നും സത്യമല്ല, പിന്നെ കാണുന്നതാണ് സത്യം. എന്നാലും സുധാകര, റേഡിയോയുമില്ല, ഒരു കീടിയോയുമില്ല. പോയിനടാ സുധാകര, നിന്നെ ഇന്ന് കാണിച്ചു തരാം. വരുന്നടാ. ഒരു പേർഷ്യക്കാരൻ. എടാ രാജാ, വീട്ടിൽ പോ, ഞാൻ കടയടയ്ക്കാൻ പോവാണ്. കടയിൽ നിന്നാണ് അടയ്ക്കുന്നത്, സമയമായില്ലല്ലോ. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ജയ്ഹിന്ദ് ഗ്രന്ഥശാലയുടെ പരിപാടിക്ക് 2 പയ്യന്മാരുടെ മിമിക്രി ഉണ്ട്. KS രാജ്, കൊല്ലം സിറാജ് ചേർന്ന് അവതരിപ്പിക്കുന്ന മിമിക്രി. മിമിക്രിയോ? എന്താണ് മിമിക്രി? അയ്യോടാ, ഒന്നും അറിയില്ലേ? നീ നാട്ടുകാരോട് കാശ് കടം മേടിച്ചിട്ട് വീട്ടിൽ പോയി ഒളിച്ചെടുക്കുമ്പോ അത് ചോദിക്കാൻ പറഞ്ഞോട് പാത്രത്തിന് ഒച്ച വെക്കത്തില്ലേ? അയ്യോ, ഇവിടെ ആരുമല്ല, പോയിട്ട് അങ്ങനെ പറയുന്നതാണ് മിമിക്രി. ആണോ? അങ്ങനെയാണെങ്കിൽ KS രാജിന്റെയും കൊല്ലം സിറാജിന്റെയും മിമിക്രി കണ്ടിട്ട് തന്നെ കാര്യം.